ഹലോ വെൽക്കം ബാക്ക് ടു എമി മലബാർ. ഇന്ന് ഒരു കേക്കിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്തെടുക്കുന്നത്. വാനില കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബർത്ത്ഡേക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വാനില കേക്കാണ്. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാതെയാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. സോ കീപ്പ് വാച്ചിങ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കലാണ്. ഞാനിവിടെ 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്ന സ്റ്റെപ്പ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3 തവണയൊക്കെ അരിച്ചെടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 തവണ അരിച്ചെടുത്തതിന് ശേഷം കേക്കിൻ്റെ ഈ പൊടി കേക്ക് മിക്സ് ഞാൻ നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ഇതുപോലുള്ള കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് സ്പൂണായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു കേക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ 4 മുട്ട എടുത്താൽ മതി. പകരം 1 കപ്പ് മൈദയും എടുത്താൽ മതി. അപ്പം മുട്ട ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മുട്ടേൻ്റെ സ്മെല്ല് നമ്മുടെ കേക്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചേർക്കുന്നത്. ആദ്യം നമുക്ക് വാനില എസൻസും മുട്ടയും ചേർത്തിട്ട് ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. എന്നിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണെങ്കിലും 1 കപ്പ് തന്നെ എടുക്കുക. ഇത് എനിക്കൊരല്പം ഷുഗർ കൂടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 3/4 കപ്പ് എടുത്താൽ മതി. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് വരെ, 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 1 കപ്പാണ് ഏകദേശം പാകം. 1 കപ്പ് ചേർത്താൽ മതി നിങ്ങൾ. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇങ്ങനെ കുറച്ചായിട്ടാണ് ചേർക്കേണ്ടത്. കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല ക്രീമി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക. അപ്പം മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവായിൽ നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർക്കണം. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടറും ചേർത്ത് കൊടുക്കാം. അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഏത് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ, വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ ഓയിലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ കുറച്ചായി ചേർത്തിട്ട് ഒന്ന് പതിയെ മിക്സ് ചെയ്തെടുക്കുക. ഒന്നുമില്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി. നമ്മൾ ബീറ്റർ റേറ്റ് മിക്സ് ചെയ്യുമ്പോൾ ലോ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് വരെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ബീറ്റർ ഓൺ ചെയ്യുന്നത്. എന്നിട്ട് സ്പാച്ചുല വെച്ചിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾ പാന് പ്രീഹീറ്റ് ചെയ്തിടുന്ന കാര്യം മറക്കരുത്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അപ്പോൾ കേക്ക് ടിന്നിൻ്റെ താഴെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കേക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് റിലീസ് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്ന് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മുടെ പാന് പ്രീഹീറ്റ് ചെയ്ത്. കാരണം ഇത് നല്ല അടികട്ടിയുള്ള പാത്രമല്ലേ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയത്. കേക്ക് ബേക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ ഈ ട്രോപ്പോലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാട്ടോ യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ക്രീമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാനൊരു 2 കപ്പാണ്
ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഓവറായിട്ട് ഇതിൽ ക്രീം വെക്കുന്നില്ല ലെയർ ആക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്രീം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് 2.5 കപ്പ് വരെ ക്രീം നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. എന്നാലും എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 2 കപ്പ് തന്നെ ഏകദേശം പാകമാണ് നമ്മുടെ ഈ കേക്കിനായിട്ട്. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് തണുപ്പുണ്ടായിരിക്കണം, അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വിപ്പായിട്ട് കിട്ടുക. പിന്നെ ഞാൻ പൊതുവേ ക്രീം ഫ്രീസറിലാണ് സൂക്ഷിക്കാറ്. ഇത് ഞാനിപ്പോൾ കുറച്ച് നേരം മുൻപ് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് ലൂസായിട്ടുള്ള പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ തന്നെ പരുവത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാനും പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ക്രീമിൽ ഓൾറെഡി മധുരം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് എക്സ്ട്രാ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു 3 ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കേക്ക് ഡെക്കറേഷനായിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒരു ക്രീമിൽ ഞാൻ റെഡ് കളർ കൊടുക്കുന്നുണ്ട്, ഫ്ലവറൊക്കെ ഒന്ന് ഉണ്ടാക്കാനായിട്ട്. സ്റ്റാർ നോസിൽ ഇട്ടിട്ടാണ് ഫ്ലവർ വരക്കുന്നത്, അല്ലാതെ എക്സ്ട്രാ റോസസ് ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേ ബൗളിലേക്ക് ഞാൻ ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. 45 മിനിറ്റാണ് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ആദ്യത്തെ 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഇത് ലോ ഫ്ലെയിമിലുമാണ് ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുത്തത്. അത് ഉരുളിയാണെങ്കിൽ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു ബൗൾ കമഴ്ത്തി വെച്ചിട്ട് അതിന് മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് ടേൺ ടേബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേക്ക് ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരു ലെയർ കേക്ക് ബോർഡിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഈ കാണുന്നത് ഷുഗർ സിറപ്പാണ്. അതെന്താണെന്ന് വെച്ചാൽ 1/2 കപ്പ് പാലിൽ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും കൂടി മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി കൂടി ചേർത്തിട്ട് തയ്യാറാക്കിയെടുത്ത ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഞാനിങ്ങനെ ഷുഗർ സിറപ്പ് എന്തെങ്കിലും ഫ്ലേവർ ഇട്ടിട്ട് ചെയ്യുമ്പോൾ ആ കേക്കിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഞാൻ മിക്കവാറും അങ്ങനെ വാനില കേക്ക് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഓർഡേഴ്സൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ വീട്ടിലൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ വാനില ഫ്ലേവർ മാത്രമല്ല, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഇങ്ങനെ ഷുഗർ സിറപ്പിൽ എന്തെങ്കിലും ഫ്ലേവർ ഇട്ടിട്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം വെച്ചിട്ട് ഫസ്റ്റ് ലെയർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. ഇതേപോലെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഒരല്പം കവറായി കഴിഞ്ഞാൽ ഞാൻ ഇതിന് സൈഡ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്തെടുത്താൽ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. ഞാൻ ഏറ്റവും അടിവശം മാത്രമേ ഒന്ന് ട്രിം ചെയ്തെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ട്രിം ചെയ്തെടുത്താൽ ഒന്നും കൂടെ നന്നായിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ സൈഡിൽ നമ്മൾ നേരത്തെ കളർ ചെയ്ത് മാറ്റി വെച്ച ആ ക്രീം ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ സൈഡ് വശം ഇങ്ങനെ 2 കളർ കോമ്പോയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. വൈറ്റ് കളറിലും പിന്നെ ഈ ഒരു ലൈറ്റ് റെഡ് കളറിൻ്റെ കോമ്പോയിലും കിട്ടിയാൽ കേക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സൈഡ് വശം ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഡിസൈനുള്ള സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ കേക്ക് ഞാൻ ഒരു സ്റ്റാർ നോസിലിട്ടിട്ട് ഒരു ഫ്ലേവർ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ഫ്ലേവർ പോലെ വരച്ചിട്ട് ഇങ്ങനെ ലീഫും അതിൻ്റെ സൈഡിലായിട്ട് അങ്ങ് വരച്ച് കൊടുക്കുന്നുണ്ട്, ലീഫിൻ്റെ നോസിലിട്ടിട്ട്.
അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മുകൾ വശത്ത് ചെയ്ത പോലെ തന്നെ സൈഡിലും ഇതേപോലെ ഫ്ലേവറും പിന്നെ ലീഫും വരച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും നമ്മുടെ കേക്കിന്. പിന്നെ മാത്രമല്ല സൈഡിൽ അങ്ങനെ ക്രീമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഹെവി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് കവറായി പോകും. അപ്പോൾ ഇങ്ങനെ ഹെവി ആയിട്ട് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കേക്ക് സൈഡ് വശം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ആകണമെന്ന് നിർബന്ധമില്ല. ഇനി അവസാനമായിട്ട് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ബർത്ത്ഡേ കേക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇത് വാനില ഫ്ലേവറിൽ നിന്ന് ഒരല്പം ഡിഫറെൻ്റ് ആയിട്ടാണ്. അത് നമ്മൾ ആ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് കേട്ടോ ആ ഒരു ഡിഫറൻസ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ഭംഗിയില്ലേ നമ്മുടെ കേക്ക് കാണാനായിട്ട്? കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ കേക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേക്ക് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരിക. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്